അങ്ങനെ iOS അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ ആപ്പിൾ അവർ എയർപോഡ്സിനും ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേറ്റിലൂടെ എയർപോഡ്സിന് കുറച്ച് നല്ല അടിപൊളി ഫീച്ചേഴ്സ് കൂടെ കിട്ടുന്നുണ്ട്. സ്ലീപ്പ് ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ എയർപോഡ്സ് ഉപയോഗിച്ച് ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനത്തെ കുറച്ച് അടിപൊളി ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമ്മൾക്ക് iOS 26 പുതിയതായിട്ട് ഒരു പോപ്പപ്പ്, സാധാരണ ഇതിൽ എയർപോഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നൊരു പോപ്പപ്പ്. അതിൻ്റെ ഒരു ഡിസൈൻ ചേഞ്ച് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് കുറച്ച് ലൈറ്റ് മോഡാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് മോഡിലേക്ക് ഒന്ന് മാറ്റിയത്. അതേപോലെ തന്നെ ഒരു ബാറ്ററി ലോ ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു റെഡിഷ് കളറിലേക്ക് ആ ഗ്രീന് സർക്കിള് മാറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. സോ ഒരു നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു iOS 26 ഒരു കംപ്ലീറ്റ് ഒരു റീഡിസൈനൊക്കെ കാണിക്കുന്നൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ചാനലായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. ആ വീഡിയോയുടെ ഒരു ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് കയറി കണ്ടു നോക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ എയർപോഡ്സിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു ഫേംവെയറിൻ്റെ വേർഷൻ നമ്പർ 7E93 എന്നായിരുന്നു ആ ഒരു വേർഷൻ നമ്പർ. അപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന എയർപോഡ്സിൻ്റെ ഒരു അപ്ഡേറ്റ്സിൽ വന്നേക്കുന്ന വേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ സെറ്റിങ്സിൽ പോയിട്ട് ഒന്ന് നോക്കാം. ഈ കാണുന്ന പോലെ 8A2790 എന്നൊരു വേർഷനാണ് പുതിയതായിട്ട് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് നമുക്കൊരു 3 അടിപൊളി ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് നേരെ ഫീച്ചേഴ്സിലേക്ക് നോക്കാം. നമുക്ക് നേരെ സെറ്റിങ്സിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറ റിമോട്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഡിഫോൾട്ടായിട്ട് ഓഫായിട്ടായിരിക്കും കിടക്കുക. നമുക്കിതിൽ സിംഗിൾ പ്രസ്സോ ഡബിൾ പ്രസ്സോ കൊടുക്കാമെന്നാണ്. ഞാൻ അവിടെ സിംഗിൾ പ്രസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ക്യാമറയുടെ ഷട്ടർ ബട്ടൺ നമുക്ക് ഒരു സിംഗിൾ പ്രസ് എയർപോഡ്സിൽ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ടൈമർ ഓണായിട്ട് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, വീഡിയോ ആണെങ്കിൽ വീഡിയോ അത് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. നമുക്ക് ആ ഒരു ഫംഗ്ഷൻ നോക്കാം. ഞാൻ എയർപോഡ്സ് എടുത്തിട്ട് എൻ്റെ ചെവിയിലേക്ക് ഒന്ന് വെക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഡിറ്റക്റ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചെവിയിലേക്ക് വെക്കുന്നത്. എയർപോഡ്സ് കണക്റ്റ് ആയിട്ടുണ്ട്. കൺട്രോൾ സെൻ്ററിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. എയർപോഡ്സ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു സിംഗിൾ പ്രസ്സിലേക്കാണ് ഞാനിത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു സിംഗിൾ പ്രസ്സിലേക്കാണ് ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് ക്യാമറ എടുക്കാം. ഞാൻ എൻ്റെ വേറെ ബട്ടണിലൊന്നും തട്ടാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എയർപോഡ്സിൽ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഫോട്ടോ ക്ലിക്ക് ആവുന്നതാണ്. നമുക്ക് ആ ഫോട്ടോ ഇവിടെ കാണാം. സോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഫോണിൽ നിന്ന് മാറി ഒരു സ്റ്റാൻഡിലേക്ക് വെച്ച് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ ഒരു ടൈമിൽ എയർപോഡ്സിൽ ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 സെക്കൻഡ് കൊണ്ട് ക്യാമറ ഓൺ ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് സെക്കൻഡ് ഫീച്ചറിലേക്ക് പോവാം. സ്ലീപ്പ് ഡിറ്റക്ഷനാണ് സെക്കൻഡ് ഫീച്ചറായിട്ട് നമുക്ക് ഈ അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഫോഴ്സ് മീഡിയ വെൻ ഫോളിങ് അസ്ലീപ്പ്. ഇതൊന്ന് എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ എയർപോഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈറ്റിൽ നമ്മൾ ഉറങ്ങിപ്പോവാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ആ സോങ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കത്തില്ല. നമ്മൾ ഉറങ്ങിയെന്ന് എയർപോഡ്സ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സോങ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റൊക്കെ തന്നെ ഓഫ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ പാട്ടൊക്കെ കേട്ട് ഉറങ്ങിപ്പോകുന്നതിന് ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചർ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചു, യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മുടെ തേർഡ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അഡാപ്റ്റീവ് ഓഡിയോ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എയർപോഡ്സ് നമ്മുടെ ചെവിയിലേക്ക് കടത്തിവിടുന്ന ഒരു നോയ്സ് ലെവൽ ഉണ്ടല്ലോ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു ഫീച്ചറിൽ ആഡ് ആയിട്ടുണ്ട്. ഇത് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോഴാണ് കണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അതുകൊണ്ട് ഉൾപ്പെടുത്തുന്നുള്ളേ ഉള്ളൂ. സോ കൺട്രോൾ സെൻറ്ററിൽ ഈ ഒരു നടുക്കത്തെ ഒരു ഓപ്ഷനാണ് ഈ അഡാപ്റ്റീവ് ഓഡിയോ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു നോയ്സ് ലെവൽ നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത്രയും നോയ്സ് ട്രാൻസ്പെറൻസി കൂട്ടിയും കുറച്ചും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. കുറച്ച് വെക്കുകയാണെങ്കിൽ വളരെ കുറച്ച് നോയ്സ് അത് കടത്തിവിടത്തുള്ളൂ. കൂട്ടി വെക്കുമ്പോഴത്തേക്കും കൂടുതൽ നോയ്സ് കടത്തിവിടും. ആക്റ്റീവ് ഓഡിയോ എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് ട്രാൻസ്പെറൻസി അപേക്ഷിച്ച് അത്രയും നോയ്സ് നമുക്ക് കടത്തിവിടത്തില്ല നമ്മുടെ ചെവിയിലേക്ക്. പക്ഷേ എന്നാൽ അത്യാവശ്യം നമുക്ക് പുറത്തുള്ള സറൗണ്ടിങ്സിലുള്ള സൗണ്ട് നമുക്ക് കേൾക്കാനും സാധിക്കും. ഇനി നമുക്ക് അങ്ങനെ കടത്തിവിടുന്ന ആ നോയ്സ് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഫീച്ചറൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ iOSൻ്റെ ബീറ്റ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. പിന്നെ ഇപ്പം ബീറ്റ അപ്ഡേറ്റ് ഡെവലപ്പർ ബീറ്റ ആയതുകൊണ്ട് തന്നെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കിയെടുക്കാനൊക്കെ ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടൊന്നും കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. സോ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്കിന് ഇപ്പം ജസ്റ്റ് കണ്ടാണ് ഓഫ് ലിസണിങ് മോഡ് എന്നൊരു ഓപ്ഷനും കൂടി ഇവിടെ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്. അത് എന്താണെന്ന് ചെയ്ത് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം എന്തെങ്കിലും ഫീച്ചറാണോ എന്ന്. അതിൽ ടാപ്പ് ചെയ്യുമ്പം ഇതിൽ പറയുന്നത് ഇത് എനേബിളാക്കി വെക്കുക, മീൻസ് ഇത് ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, എനേബിൾ എന്ന് പറഞ്ഞാൽ ഓഫ് എന്നുള്ള രീതിയിലാണ് എനേബിൾ വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൗഡ് സൗണ്ട് ഒന്നും നമ്മൾ സാധാരണ രീതിയിലൊന്ന് റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ കേൾപ്പിക്കുക എയർപോഡ്സ്. അങ്ങനെ ഒരു ഫീച്ചർ വർക്കാവില്ല. എന്ത് സൗണ്ട് എത്രത്തോളം നോയ്സിൽ കേൾക്കുന്നു അത് അതേപടി നമ്മുടെ ചെവിയിലേക്ക് കേൾക്കും. അത് നമുക്ക് എനേബിൾ ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് ഓഫ് ചെയ്ത് തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ ഈ ഒരു ഓപ്ഷനും ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ അങ്ങനെ 4 പുതിയ ഫീച്ചേഴ്സ് നമുക്ക് ഈ അപ്ഡേറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.